MES ജേണൽസിന്റെ ടോക്ക് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി ഡോക്ടർ ബാബു PK. അദ്ദേഹം നിലവിൽ അൽഷിഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പളും മുമ്പ് MES മമ്പാട് കോളേജ് പ്രിൻസിപ്പളുമായിരുന്നു. ഇതുകൂടാതെ ഒട്ടനവധി വിദ്യാഭ്യാസ രംഗങ്ങളിൽ പ്രവർത്തിച്ച വ്യക്തിത്വം കൂടിയാണ്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സാറ്. അപ്പോൾ എൻ്റർലി എല്ലാം ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആവും നമുക്ക് നൽകുക. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കോളേജ് തലത്തിൽ 2 സ്ഥലത്തേ വർക്ക് ചെയ്തിട്ടുള്ളൂ. യൂണിറ്റി വിമൻസ് കോളേജ് മഞ്ചേരി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം MES മമ്പാട് കോളേജിൽ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ അൽഷിഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലാണ്. അപ്പം ഈ മൂന്ന് സ്ഥാപനങ്ങളും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം മഞ്ചേരി യൂണിറ്റി കോളേജ് എന്ന് പറയുമ്പോൾ ഒരു വനിതാ കോളേജാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെൻസ് ഓഫ് ഡിസിപ്ലിനും ദ വേ വി റൺ തിങ്സ് ദോസ് ആർ ഓൾ എൻറ്റയർലി ഡിഫറെൻറ്റ്. അതേസമയം MES മമ്പാട് കോളേജ് എന്ന് പറയുമ്പോൾ ഓട്ടോണമസ് കോളേജാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കുറേ ചലഞ്ചസും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. മഞ്ചേരി വർക്ക് ചെയ്തപ്പോൾ ഞാനൊരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്കും അധിക സമയവും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ആദ്യത്തെ 2 വർഷം മാറ്റി നിർത്തിയാൽ മുഴുവൻ സമയവും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്നുള്ള തലത്തിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ലീഡർഷിപ്പ് ചലഞ്ചസും ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് ആ ഒരു ലീഡർഷിപ്പ് റോളിൽ നിന്നുകൊണ്ട്. പിന്നീടാണ് മമ്പാടുക്ക് വരുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡർഷിപ്പ് എന്നുള്ള റോളിലോട്ട് വരുന്നു. അപ്പോൾ ഓട്ടോണമി, സ്വയംഭരണത്തിനകത്ത് ഉള്ള കുറേ സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അക്കാഡമിക് ആയിട്ടുള്ള കുറേ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസും ഇനീഷ്യേറ്റീവ്സും കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അത് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൾ ഞാൻ തന്നെയാണ് എന്നുള്ളതും ഞാനുള്ള സമയത്താണ് അത് തുടങ്ങുന്നത് എന്നുള്ളതും. അപ്പോൾ നമുക്ക് ഉള്ള ചില കാര്യങ്ങൾ, ആശയങ്ങളെല്ലാം നടപ്പിലാക്കാനും ഒരു പുതിയൊരു ടെംപ്ലേറ്റ്സ് ട്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എല്ലാം അവിടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നാലാമത് എന്ന് പറഞ്ഞാൽ ഒരു CBSE സ്കൂളുമായിട്ടും റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കാരണം തിരുവനന്തപുരത്തെ ബെഞ്ച് മാർക്ക് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഡിറക്ടേഴ്സിൽ ഒരാളാണ് ഞാനെന്നുള്ള നിലക്ക് സ്കൂൾ തലത്തിൽ ഒരുപാട് വ്യത്യസ്തതകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ആ തലത്തിലുള്ള പുതിയ പ്രവണതകളെ മനസ്സിലാക്കാനും. അപ്പോൾ ഇതൊരു കണ്ടിന്യൂറ്റി ആണല്ലോ. കാരണം സ്കൂൾ തലം വരുന്നു, പിന്നെ കോളേജ് തലം വരുന്നു. അപ്പോൾ ഈ ഒരു സെൻസ് ഓഫ് കണ്ടിന്യൂറ്റി, സെൻസ് ഓഫ് ഫ്ലോ മനസ്സിലാക്കാൻ കുറേ കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും പലപ്പോഴും വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട് പുതിയ രീതിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാം, പുതിയ ഇനീഷ്യേറ്റീവ്സ് എങ്ങനെ കൊണ്ടുവരാം, കുട്ടികളുടെ ഈ അപ്ഗ്രേഡിങ്ങും അപ്സ്കില്ലിങ്ങും പുതിയ പ്രവണതകളെയൊക്കെ അവരുടെ പ്രോഗ്രാമിലോട്ട് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്നുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. എല്ലായിടത്തും ഐ ബീൻ ബേസിക്കലി ഹാപ്പി വിത്ത് ദ വർക്ക് ഐ ഹാവ് ഡൺ. സാർ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു സമയത്ത് നോട്ട് ചെയ്ത കാര്യം ഓട്ടോണമസ് കോളേജ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഓട്ടോണമസ് കോളേജുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റികളും മറ്റു കോളേജുകളും തമ്മിലുള്ള ഒരു ബന്ധം അത് വിച്ഛേദിക്കപ്പെടുമോ? ഓട്ടോണമസ് കോളേജുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമോ എന്നുള്ള ചോദ്യത്തിന് 2-3 തരത്തിലാണ് ഉത്തരം വരുന്നത്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഉണ്ട്, എയ്ഡഡ് കോളേജുകളുണ്ട്, എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകളുണ്ട്, അത് കഴിഞ്ഞാൽ ഓട്ടോണമസ് കോളേജുകളുണ്ട്. അപ്പോൾ ആ ഒരു ഹൈറാർക്കി നോക്കുകയാണെങ്കിൽ പിന്നീട് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി വരുന്നു, യൂണിവേഴ്സിറ്റി തരുന്നു. ആ ഒരു തലത്തിൽ എല്ലാ കോളേജുകളും ഓട്ടോണമസ് പദവിയിലോട്ട് പോകുന്നില്ല. ഒരു പ്രത്യേക മാനദണ്ഡം മീറ്റ് ചെയ്യുന്ന കോളേജുകൾ മാത്രമേ ഓട്ടോണമസ് പദവിയിലോട്ട് പോകുന്നുള്ളൂ. അതും എനിക്ക് തോന്നുന്നത് പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം ഈ ഒരു ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുമ്പോൾ കൂടുതൽ കോളേജുകൾ, കൂടുതൽ പെർഫോമിംഗ് കോളേജുകൾ എല്ലാം ഓട്ടോണമസ് യൂണിറ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള ഓട്ടോണമി എന്ന് പറയുന്നത് അക്കാഡമിക് കാര്യങ്ങളിൽ ഓട്ടോണമി അവർക്ക് കിട്ടുന്നുണ്ട്, കുറച്ച് ഇത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അഡ്മിഷൻ അവർക്ക് നടത്താം, എക്സാംസ് നടത്താം, റിസൾട്ട്സ് എല്ലാം സമയത്തിന് പബ്ലിഷ് ചെയ്യാം, സിലബസ് റിവിഷനിൽ ഒരു പരിധിക്കുള്ളിലുള്ള ഫ്രീഡം അവർക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് വരുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി അല്ല ചെയ്യുന്നുണ്ടാവുക, അതിന് പകരം കോളേജുകളാണ് ചെയ്യുക. ഇപ്പോൾ ഓട്ടോണമസ് കോളേജ് എടുക്കുകയാണെങ്കിൽ അവർക്ക് എക്സാം കൺട്രോളർ അവരുടേതായിട്ടുണ്ട്, ആ ഓഫീസ് അവർ സെറ്റപ്പ് ചെയ്യുന്നതാണ്. കൂടുതൽ കോളേജുകൾ ഓട്ടോണമസ് ആയിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും അത്രയും സ്ഥാപനങ്ങൾ പാർഷ്യലി യൂണിവേഴ്സിറ്റിയുമായിട്ട് ഡിസോഷിയേറ്റഡ് ആവും. പാർഷ്യലി
എങ്കിൽ പോലും ഈ ബിരുദം കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ളത് കൊണ്ടും വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള കണക്ഷൻ അവിടെ റിറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. അത് ഒഴിവായി പോകുന്നില്ല. ബട്ട് ഇൻ ദ ലോങ് റൺ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റിയുടെ കൺട്രോളിൽ നിന്നും മെല്ലെ മെല്ലെ മാറിക്കൊണ്ട് ഫുൾ ഓട്ടോണമി തന്നെയാണ് ഭാവിയിൽ വരാൻ പോകുന്നത്. നമ്മുടെ അവിടുത്തെ യൂണിവേഴ്സിറ്റി അത് വല്ലാതെ ബാധിക്കുമെന്ന് അറിയില്ല. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുത്താൽ 400-ൽ പരം കോളേജുകളാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഒരു 100 ഓട്ടോണമസ് ആയിട്ട് പോയാലും ബാക്കി 300 അവിടെ ഉണ്ട്. അപ്പോൾ അത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഒന്നും കൂടെ എളുപ്പമാക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേസമയം കോളേജുകൾക്ക് കുറേ സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും പുതിയ പ്രോഗ്രാം കൊണ്ടുവരുന്നതിനും. ഇപ്പോൾ അതിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ഒരു കംപ്ലീറ്റ് ടോട്ടൽ ഓട്ടോണമി എന്നുള്ളൊരു ലൈനിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഓവറോൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി അപ്ലിഫ്റ്റ് ചെയ്യാൻ തന്നെയാണ് സഹായിക്കുക എന്നാണ്. ഈ അടുത്ത കാലത്തായി വന്ന ഉന്നത വിദ്യാഭ്യാസ നയങ്ങൾ, അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു നിലപാട് എന്താണ്? ഉന്നത വിദ്യാഭ്യാസ നയങ്ങളെന്ന് പറയുമ്പോൾ അത് കുറച്ച് ബ്രോഡായിട്ടുള്ളൊരു ടേമാണ്. ഏതെങ്കിലും സ്പെസിഫിക് സാധനമാണെങ്കിൽ നമുക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാം. കാരണം ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയമാണ് NEP ആണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലുള്ള കുറേ കാര്യങ്ങളെല്ലാം കുറേ നല്ല കാര്യങ്ങളുണ്ട്, ചില പ്രോബ്ലമാറ്റിക് ആണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കാരണം തരുന്ന ചില ഘടകങ്ങളും അതിനകത്തുണ്ട്. കൂടുതൽ സെൻട്രലൈസേഷൻ അതിനകത്ത് വരുന്നുണ്ട്, കൂടുതൽ സെൻട്രൽ കൺട്രോളോ സെൻട്രൽ ഗവൺമെൻറ് കൺട്രോളോ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലെല്ലാം പ്രോബ്ലം ഏരിയാസ് ഉണ്ട് അതിനകത്ത്. അതേസമയം തന്നെ കുറച്ച് ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസും ഒരു പോളിസി തലത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഭാവിയിൽ ഏത് രൂപത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. കാരണം ഇത് പോളിസി ആകുമ്പോൾ അത് നിയമമല്ല, പോളിസിയാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഗൈഡിങ് പ്രിൻസിപ്പിളായിട്ടാണ് മേലെ നിൽക്കുക. ഹൗ ഫാർ വിൽ ദ ഗവൺമെൻറ് ബി ഇംപ്ലിമെൻറ്റിംഗ് ദ ഹോൾ പാക്കേജ് ഇൻ ഇറ്റ്സ് ടൊട്ടാലിറ്റി എന്നുള്ളത് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ കൂടുതൽ ന്യൂ ജനറേഷൻ കോഴ്സസ് വരുന്നുണ്ട്. അത് പലപ്പോഴും സയൻസിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെയുണ്ട്. ആർട്സിനും ഹ്യൂമാനിറ്റീസിനും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം പുത്തൻ തലമുറ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റ സയൻസ് ഇങ്ങനെയൊക്കെയുള്ള ഡാറ്റ മാനേജ്മെൻറ്റ്, പലപ്പോഴും റൊബോട്ടിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. പലപ്പോഴും ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രീംസ് ഇഗ്നോർ ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ഫീല് അതിനകത്തുണ്ട്. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള മാനവ വിഷയങ്ങൾ, അതുപോലെ തന്നെ സോഷ്യൽ സബ്ജക്ട്സ്, ഇവയെല്ലാം പഠിപ്പിക്കുന്നതിൽ അപാകതകൾ നിലനിൽക്കുന്നുണ്ട്. സമഗ്രമായ ഒരു പഠനരീതി നിലവിലില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഈ പഠന രീതി എന്ന് പറയുമ്പോൾ ഈ സർക്കാരും അതുപോലെ ബോർഡ് ഓഫ് സ്റ്റഡീസും യൂണിവേഴ്സിറ്റികളൊക്കെ കാലാകാലങ്ങളിലായിട്ട് ഉണ്ടാകുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടുകൊണ്ടാണ് പോകുന്നത്. അതെപ്പോഴും വളരെ കൃത്യമായി ശാസ്ത്രീയ വിശകലനങ്ങളിലൂടെയോ പഠനങ്ങളിലൂടെയോ രൂപപ്പെടുത്തിയെടുത്തതാണോ എന്ന് ചോദിച്ചാൽ നമുക്കെപ്പോഴും ആണ് എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ കൂടെ തന്നെ ഈ മാനവിക വിഷയങ്ങളെക്കുറിച്ച് എന്തായിരുന്നു ചോദിച്ചത്? ഈ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നതിനെ കുറിച്ചിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമാനിറ്റീസിന് പ്രാധാന്യം കുറഞ്ഞു എന്ന് പറയുന്നില്ല. പക്ഷേ നോർമലി ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ കോളേജുകളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൊമേഴ്സ് അല്ലേ പുതിയ സയൻസ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എല്ലാ കോളേജുകളിലും ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളത് ബികോമിനാണ്. 5, 6, 10, 11 തരത്തിൽ ബികോമുകളുള്ള കോളേജുകൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അന്ന് ശാസ്ത്രത്തിനുണ്ടായിരുന്ന ആ ഒരു പ്രാധാന്യം മെല്ലെ മെല്ലെ കൊമേഴ്സ് റിലേറ്റഡ് മേഖലയിലോട്ട് വരുന്നു എന്നുള്ള ഒരു ധാരണയാണ് പൊതുവേ ഉള്ളത്. ജനറൽ സയൻസിനെ ഈ അത്യാവശ്യം ഈ എൻറോൾ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ വി ഹാവ് മോർ സ്റ്റുഡൻസ് ഗെറ്റിംഗ് എൻറോൾഡ് ഇൻ ദ കൊമേഴ്സ് സ്ട്രീംസ് ആൻഡ് ലെസ് ഇൻ ദ സയൻസ് സ്ട്രീംസ് എനിക്ക് തോന്നുന്നു. അത് കണ്ടസ്റ്റ് ചെയ്യാവുന്ന ആർഗ്യുമെൻ്റ് ആണ് എങ്കിൽ പോലും മാനവിക വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ നമ്മളിപ്പോൾ വെൻ യു തിങ്ക് ഓഫ് ജോബ് സ്കിൽ എന്നൊക്കെ പറയുമ്പോൾ സ്കിൽ ഇപ്പോൾ ഒരു മന്ത്രമാണല്ലോ. അപ്പോൾ എന്ത് പറയുമ്പോഴും നമ്മൾ ഈ സ്കിൽ എന്ന് പറയുന്നുണ്ട്, എംപ്ലോയബിലിറ്റി എന്ന് പറയുന്നുണ്ട്. വിദ്യാഭ്യാസം മുഴുവനായിട്ടും ഒരു ജോലിക്ക് പ്രാപ്തരാക്കുന്ന ഒരു പ്രവൃത്തിയായി മാറേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് എനിക്കതിൽ വിയോജിപ്പുണ്ട്. കാരണം എംപ്ലോയബിലിറ്റി സ്കിൽസോ എംപ്ലോയബിലിറ്റി ആപ്റ്റിറ്റ്യൂഡോ മാത്രം ബിൽഡ് ചെയ്യുന്ന
ഒരു പ്രോസസ്സായി മാറരുത് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. എംപ്ലോയബിലിറ്റി സ്കിൽസ് വേണം, അത് പ്രധാനപ്പെട്ടതാണ്. ബട്ട് വെൻ യു കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺലി ഓൺ ദോസ് എംപ്ലോയബിലിറ്റി സ്കിൽസ്, ഇസെൻഷ്യലായിട്ടുള്ള ഒരു കോറുണ്ട് എഡ്യൂക്കേഷൻ്റെ, അത് നഷ്ടപ്പെട്ടു പോകും അതിൽ നിന്ന്. അപ്പോൾ അങ്ങനത്തെ അത്ര സുഖകരമല്ലാത്ത ഒരു എംഫസിസ് എംപ്ലോയബിലിറ്റിക്കും സ്കില്ലിനും ഇപ്പോൾ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള വിയോജിപ്പുണ്ട്. ഈ എഡ്യൂക്കേഷൻ്റെ കോറിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, അപ്പോൾ ഈ കുറഞ്ഞ ഒരു കാലയളവിലായിട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ നമ്മൾ കാണുന്ന ഒരു അരാജകത്വ മനോഭാവമുണ്ട്. പ്രണയം നിരസിച്ചതിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളൊക്കെ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അല്ലാതെ മുഴുവനായിട്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ആ ഒരു സമൂഹത്തിൻ്റെ അകത്തുള്ള ടോട്ടൽ കൾച്ചറൽ പവർ സ്ട്രക്ചേഴ്സിനൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് അത്. കാരണം മെയിൽ കനോട്ട് ടേക്ക് എ നോ ഫ്രം എ ഫീമെയിൽ എന്ന് പറയുന്ന ഒരു നോ എടുക്കാൻ പറ്റില്ല. അതും പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ആൺകുട്ടിയോട് നോ എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത്, അത് വയലൻസിലോട്ട് നയിക്കുന്നത്, അത് ഇൻഹറൻ്റ് ആയിട്ടുള്ള കുറേ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിൻ്റെ ഭാഗമാണ്. അത് മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചില ശ്രമങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അത് കുറച്ചുകൂടി ശക്തമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതൊരു തെറ്റായ സെൻസ് ഓഫ് ഓണർഷിപ്പിൽ നിന്ന് വരുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒന്ന് ലൈക്ക് ഒരു സെൻസ് ഓഫ് പൊസസീവ്നെസ്, അതൊരു ഡിസ്ട്രാക്റ്റീവ് ആയിട്ടുള്ള സെൻസ് ഓഫ് പൊസസീവ്നെസ്. അപ്പോൾ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ കാര്യം എനിക്ക് കിട്ടണം എന്നും, അതിപ്പോൾ ഒരു കിട്ടേണ്ട എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയാകുമ്പോഴും ആ വ്യക്തിയെ എനിക്ക് കിട്ടണമെന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ കണക്കിലെടുക്കാതെ ഉള്ള ഷീ ബിലോങ്സ് ടു മീ, ഷീ ഈസ് മൈൻ എന്ന് പറയുന്ന ഒരു റൊമാൻസിനെ അങ്ങനത്തെ ഒരു പൊസസീവ്, മൊണോപ്പലൈസിംഗ്ലി പൊസസീവ് ആയിട്ടുള്ളൊരു സെൻസിലോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിൽ സൊസൈറ്റി ഹാസ് ടു ബി എഡ്യൂക്കേറ്റഡ്, സ്റ്റുഡൻസ് ഷുഡ് ബി എഡ്യൂക്കേറ്റഡ്. ടോട്ടൽ സോഷ്യൽ സ്ട്രക്ചേഴ്സിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി അഡ്രസ്ഡ്, ഇറ്റ് വിൽ ടേക്ക് ടൈം. കാരണം അതൊരു ഐസൊലേറ്റഡ് സാധനമല്ല, ഈ പറഞ്ഞ മൊത്തം കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. ഈ ജെൻഡർ റിലേഷൻഷിപ്സ്, ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സുകൾ, അങ്ങനെയുള്ള കുറേ സ്ട്രക്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ക്യാൻ ബി സ്ലോലി അഡ്രസ്ഡ്. അപ്പോൾ അതിന് ഈ സൊസൈറ്റിയെ പ്രാപ്തരാക്കണം. ഇപ്പോൾ അടുത്ത് കേട്ട കേസിൽ പെൺകുട്ടി ആൺകുട്ടിയുടെ നേരെയും ആസിഡ് ഒഴിച്ചിട്ടുണ്ട് എങ്കിലും അത്തരത്തിലുള്ളൊരു ഇക്വാലിറ്റി അല്ലല്ലോ നമ്മൾ നോക്കുന്നത്. മുഴുവനായിട്ടും മെജോറിറ്റി ആയിട്ടും വരുന്നത് നേരെ മറിച്ചാണ്. ഐ മീൻ ബോയ്സ് അറ്റാക്കിങ് ഗേൾസ് എന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത്. അങ്ങനത്തെ ഒരു ഇൻഹറൻറ്റ് പവർ സ്ട്രക്ചർ അതിനകത്ത് കിടക്കുന്നുണ്ട്. സോ ദാറ്റ് നീഡ്സ് ടു ബി അഡ്രസ്ഡ് എന്നുള്ളതാണ്. അതിൽ എഡ്യൂക്കേഷൻ കൂടുതൽ വേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗേൾസിനല്ല, ബോയ്സിനാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും കോഴ്സിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ എക്സാം ഡേറ്റ് ഫിക്സ് ആക്കുകയും അതേ കാലയളവിൽ തന്നെ എക്സാം നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അരനൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഇതുവരെ അത്തരത്തിൽ ഒരു പുരോഗമനവും ഉണ്ടായിട്ടില്ല. ഇത് നമുക്ക് വരും കാലയളവിൽ പ്രതീക്ഷിക്കാമോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കോളേജുകളുടെ എണ്ണം നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. 400 ചില്ലാൻ കോളേജുകളാണ് അതിനകത്ത് വരുന്നത്. പിന്നെ എക്സാം നടത്തിപ്പ് വലിയൊരു ഭാരമായിട്ട് യൂണിവേഴ്സിറ്റിക്ക് വരുന്നുണ്ട്. പലപ്പോഴും എല്ലാ എനർജിയും അതിനുവേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ കോവിഡിന് തൊട്ട് മുമ്പായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റി എക്സാംസും കൃത്യം നടക്കുന്ന ഒരവസ്ഥയിലോട്ട് വന്നു തുടങ്ങിയതായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു കോവിഡിൻ വന്ന ആ വർഷം ജൂണിൽ സർക്കാർ ഉദ്ദേശിച്ചിരുന്നത് ഈ +1 ക്ലാസ്സുകളും ഡിഗ്രി ഫസ്റ്റ് ഇയറും PG ഫസ്റ്റ് ഇയറും എല്ലാം ജൂൺ 1 തുടങ്ങുമെന്നാണ് അന്നത്തെ മിനിസ്റ്ററായിട്ടുള്ള ജലീൽ പ്രഖ്യാപിച്ചിരുന്നത് എന്നൊക്കെ തോന്നിയത്. പിന്നെ കോവിഡ് വന്നതിന് ശേഷമാണ് ആ മുഴുവൻ കാര്യങ്ങളും താളം തെറ്റിയിരുന്നത്. അപ്പോൾ ഈ ഓട്ടോണമസ് കോളേജുകളിൽ എക്സാംസ് എല്ലാം കൃത്യം നടക്കുന്നു, അതുകൊണ്ട് ആ കോളേജുകൾക്ക് പോപ്പുലാരിറ്റി കൂടുന്നു എന്നുള്ളതും കൂടി ചിലപ്പോൾ മറ്റു കാര്യങ്ങളെ സ്പീഡിലാക്കാൻ സഹായിച്ചിട്ടുണ്ടാകാം എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്കിൽ പോലും 400ഓളം കോളേജുകളിൽ ഈ ലക്ഷക്കണക്കിന് എക്സാം നടത്തുന്ന സർവകലാശാല
അതിനെല്ലാം സിസ്റ്റമാറ്റിക് ആക്കിയിട്ട് കൃത്യം കൊണ്ടുപോകാൻ തുടങ്ങുന്ന നേരത്താണ് കോവിഡ് വന്നത്. അതോടുകൂടിയാണ് അത് കംപ്ലീറ്റ് ആ പ്രോസസ്സ് മൊത്തം ഡീറെയിൽഡ് ആയിട്ടുള്ളത്. ഇനി അത് തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് സമയം എടുക്കുന്നു സ്വാഭാവികമായിട്ടും എന്ന് മാത്രം. ഒരു കാര്യം യൂണിവേഴ്സിറ്റി ചെയ്യേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത്, കോളേജുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം എക്സാം നടത്തിപ്പിൽ കൊടുക്കണം എന്നാണ്. ഇപ്പോൾ ഈ 6 സെമസ്റ്റർ എക്സാമുകളും യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്നതിന് പകരം ഒരു ചുരുങ്ങിയ പക്ഷം എനിക്ക് തോന്നുന്നു ഒരു 3 സെമസ്റ്റർ എക്സാമുകൾ കോളേജുകൾക്ക് നടത്താൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത്, അങ്ങനത്തെ ഒരു പ്രപ്പോസൽ ഓൾറെഡി മുമ്പ് വന്നുള്ളതാണ്, ചർച്ച ചെയ്താണ്, തീരുമാനത്തിലെത്തിയിട്ടില്ല എന്ന് മാത്രം. 1, 3, 5 സെമസ്റ്ററുകൾ കോളേജുകൾ നേരിട്ട് നടത്തുന്നു. 2, 4, 6 ഇയർ എൻഡിങ് ആയിട്ടുള്ള സെമസ്റ്ററുകൾ യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്നു എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള എക്സാം ഭാരത്തിൻ്റെ ഡിഗ്രി തലത്തിൽ പകുതിയെങ്കിലും കുറക്കാൻ പറ്റും. പി ജിയിലും അങ്ങനെ ചെയ്യാൻ പറ്റും. ആ ഒരു മാറ്റമാണ് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ല എങ്കിൽ ഇനിയിപ്പോൾ 5 സെമ്മ് കോളേജ് നടത്തിയിട്ട് ഫൈനൽ സെം മാത്രം യൂണിവേഴ്സിറ്റി നടത്തിയാലും കുഴപ്പമില്ല എന്നെനിക്കാണ് തോന്നുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജുകളെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അങ്ങനത്തെ ഒരു തീരുമാനത്തിലോട്ട് പോകുമ്പോൾ. അത് മുമ്പ് വന്ന ഒരു പ്രപ്പോസലാണെങ്കിലും വീണ്ടും അത് ചർച്ച ചെയ്തിട്ട് അതിലേക്ക് കൊണ്ടുവരണം എന്നാണ് തോന്നിയത്. അപ്പോൾ കുറേയും കൂടെ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടത്താൻ സാധിക്കും എന്നാണ്. അപ്പോൾ വി നീഡ് ലെസ് സെൻട്രലൈസേഷൻ, വി നീഡ് മോർ ഡീസെൻട്രലൈസേഷൻ ആ ഒരു പ്രോസസ്സിൽ. ദാറ്റ് ഈസ് സംതിങ് യൂണിവേഴ്സിറ്റി ക്യാൻ തിങ്ക് അബൌട്ട് ആൻഡ് ഇറ്റ്സ് ടൈം ദേ ഡിഡ് ഇറ്റ്. കാരണം ഈ കോവിഡ് കോണ്ടെക്സ്റ്റിൽ നടക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ട് അത്തരത്തിലുള്ളൊരു മാറ്റം സാധ്യമാണ്, ആ ഒരു മാറ്റം വരേണ്ടതുമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എക്സാമുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അത് പലതിനെയും ബാധിക്കുന്നുണ്ട്, അഡ്മിഷൻ പ്രോസസ്സ് ഡിലേ ആവുന്നതെല്ലാം. ഇതെല്ലാം ട്രാക്കിലാക്കി വരുന്ന നേരത്താണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായത്. ദേ ക്യാൻ ഗോ ബാക്ക്, ബട്ട് സ്റ്റിൽ ഐ തിങ്ക് യൂണിവേഴ്സിറ്റി ഷുഡ് നോട്ട് എക്സ്പെൻഡ് ഓൾ ഇറ്റ്സ് എനർജി ഓൺ ദ കണ്ടക്ട് ഓഫ് എക്സാംസ്. അത് ഭാഗികമായിട്ട് കോളേജുകൾക്ക് വിട്ടുകൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത് വീണ്ടും നമ്മൾ കൃത്യസമയത്ത് എക്സാം നടത്തി കൃത്യസമയത്ത് റിസൾട്ട് നടത്തുന്ന ഒരു അവസ്ഥയിൽ പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. കാരണം വാല്യുവേഷനും ആ കോളേജിൽ വെച്ച് തന്നെ നടത്താവുന്നതാണ്. മറ്റു കോളേജിലെ ഏതെങ്കിലും ഒരാളെ ചീഫായിട്ട് അവിടെ വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എക്സാം അവിടെ നടക്കുന്നു, വാല്യുവേഷൻ അവിടെ നടക്കുന്നു, എന്നിട്ട് അതിൻ്റെ മാർക്സാണ് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്നത്. ആൻഡ് ദാറ്റ് പ്രോസസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ടു കട്ട് ഡൗൺ ദ വെയിറ്റ് പീരീഡ് ആൻഡ് പുട്ട് ദ ഹോൾ ഷെഡ്യൂൾസ് ബാക്ക് ഓൺ ട്രാക്ക്. എല്ലാം കൃത്യം പോകാൻ സഹായിക്കുമെന്ന് തോന്നുന്നു. BSc കെമിസ്ട്രിയിൽ നിന്നും പിന്നീട് BA ഇംഗ്ലീഷിലേക്ക് വരാനുണ്ടായൊരു സാഹചര്യം? അല്ല, BSc കെമിസ്ട്രിയിലോട്ട് ഞാൻ എത്തുന്നത്, ഞാൻ പ്രീ ഡിഗ്രിക്ക് എടുത്തിരുന്നത് സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഗ്രൂപ്പായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അത് ഒബ്വിയസ്ലി സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത ഒരു ആൾ സയൻസിൽ നിന്നും ഡിഗ്രി തലത്തിൽ സയൻസിലോട്ട് പോകുക എന്നുള്ള ഒരു സ്വാഭാവിക പ്രോഗ്രഷൻ ഉണ്ടല്ലോ, ആ രീതിയിലാണ് ഞാൻ BSc കെമിസ്ട്രിയിലോട്ട് എത്തിയിരുന്നത്. അപ്പോൾ കെമിസ്ട്രി എന്നുള്ളത് ഇപ്പോൾ ഫിസിക്സ് വേണ്ട അല്ലെങ്കിൽ മാത്സ് വേണ്ട, മാത്സും ഞാനും അത്ര നല്ലൊരു ബന്ധത്തിലായിരുന്നില്ല പൊതുവെ. മാത്സ് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്, എങ്കിലും സബ്സിഡറി ആയിട്ട് മാത്സ് അവിടെ വന്നുപെട്ടിരുന്നു. കെമിസ്ട്രിയിൽ ഞാൻ അത്ര നല്ലൊരു സ്റ്റുഡൻ്റൊന്നും ആയിരുന്നില്ല. കാരണം കെമിസ്ട്രിയുമായിട്ട് പൊരുത്തപ്പെടാൻ വല്ലാതെ പറ്റിയിട്ടില്ല. അതിൻ്റെ ലാബ് വർക്കും അങ്ങനത്തെ കുറേയുള്ള വളരെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും തോന്നിയിരുന്നു. പിന്നെ എൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു മെൻ്റൽ മേക്കപ്പ് ആ രീതിയിലല്ല പോയിരുന്നത്. അപ്പോൾ അതൊരു 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കറിയാമായിരുന്നു ഈ ട്രാക്കിൽ പോയപ്പോൾ ഇതെവിടെ എത്തില്ല എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ പെർഫോമൻസ് ആയാലും ലാബിൻ്റെ കാര്യങ്ങളായാലും റെക്കോർഡ്സ് ആയാലും ഒബ്സർവേഷൻ നോട്ട്ബുക്ക് ആയാലും എക്സാം റിസൾട്ട്സ് ആയാലും എവറിത്തിങ് വാസ് ഇൻ ആൻ അബ്സല്യൂട്ട് മെസ്. അപ്പോൾ പക്ഷേ അന്ന് എനിക്ക് ഇംഗ്ലീഷിൽ അപ്പോഴും ഐ വാസ് പെർഫോമിങ് വെൽ. അപ്പോൾ ഞാൻ അത് ഫറൂഖ് കോളേജിലായിരുന്നു. അപ്പോൾ അന്ന് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന കോമൺ പേപ്പറിന് ഐ ഹാഡ് വെരി ഗുഡ് മാർക്സ്. അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നീട് അവിടെ നിന്നും ആ ഇംഗ്ലീഷ് മാർക്സ് എല്ലാം റീറ്റെയിൻ ചെയ്തിട്ട് പിന്നെ ഞാൻ സയൻസ് സ്ട്രീം ഒഴിവാക്കിയിട്ട് ലിറ്ററേച്ചർ ആ സ്ട്രീമിലോട്ട് വരുന്നത്. സയൻസ് പ്രോബബ്ലി അത് ഗൗരവത്തിലെടുത്ത് അതേ ട്രാക്കിൽ പോയിരുന്നുവെങ്കിൽ സയൻസ് ആ കെമിസ്ട്രി ട്രാക്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും എത്തുമായിരുന്നേക്കാം, അത് മറ്റൊരു കാര്യം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വാസ് മോർ ഇൻട്രസ്റ്റഡ് in literature and language came easy for me, English. അപ്പോൾ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന
പെട്ടെന്ന് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന നാച്ചുറലി അലൈൻഡ് ആയിട്ടുള്ള ഒരു ദിശയിലോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അന്ന് ലിറ്ററേച്ചറിലോട്ട് മാറിയിട്ടുള്ളത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഡെസിഷൻ വാസ് ഫൈൻ. കാരണം ടെമ്പറമെൻ്റലി പിന്നീട് എത്രമാത്രം ഈ സയൻസിൻ്റെ ഞാൻ മനസ്സിലാക്കിയ തരത്തിലുള്ള അക്കാഡമിക് റിഗേഴ്സുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് പറ്റുമായിരുന്നോ എനിക്ക് തോന്നുന്നില്ല. ടെമ്പറമെൻ്റലി ഐ വുഡ് ഹാവ് ബിൻ അൺസ്യൂട്ടഡ് ഫോർ സംതിങ് ഓഫ് ദാറ്റ് കൈൻഡ്, which is why actually I moved out of chemistry and moved into English language and literature. And then I carried on with MA in English, MPhil in English. ആ ഒരു ട്രാക്കിൽ അങ്ങനെ പോവായിരുന്നു. ആൻഡ് ഐ തിങ്ക് ദാറ്റ് വാസ് എ റൈറ്റ് ഡെസിഷൻ. അത് അന്ന് BSc കെമിസ്ട്രിക്ക് പോവാതെ ആദ്യം തന്നെ BA ഇംഗ്ലീഷിൽ പോകുമായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നന്നാകുമായിരുന്നില്ല എനിക്ക് പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ കുഡ് ഹാവ് സേവ്ഡ് ടൈം ഓൾസോ ആ ഒരു പ്രോസസ്സിൽ. And I'm quite happy with the decision I have taken in that direction.